വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. വിപിൻ, അപ്പോൾ ഈ കൊച്ചി മേഖലയിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വിചാരിക്കാത്ത നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാണ് കേട്ടോ ഈ മേഖലയിലൊക്കെ. അപ്പോൾ അത് ആവർത്തിക്കാൻ കഴിയും നിയമസഭയിലും. അതിനുശേഷം ഉണ്ടാകുന്ന കൺഫ്യൂഷനുണ്ട്. കെ സുധാകരൻ ഇപ്പോഴും പിടിച്ചപിടി അങ്ങനെ നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ തന്നെ ദീപ്തി മേരി വർഗീസിനടക്കം സീറ്റ് കൊടുക്കുമോ എന്ന കൺഫ്യൂഷൻ അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതീക്ഷ എങ്ങനെയാണ് ഈ കൊച്ചി കേന്ദ്രീകരിച്ച് BJP-യുടെയും CPM-ന്റെയും ഒക്കെ ഈ ദിവസങ്ങളിലെ പ്രചരണം നടക്കുക? വിപിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആഷ്മി. പ്രവിത, പിരിമുറുക്കത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം. കാരണം ഇപ്പോഴും ആ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു അന്തിമ രൂപമായിട്ടില്ല. പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറയുമ്പോൾ 14 നിയോജകമണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ 9 UDF-ന്റെ കയ്യിലാണ്, 8 കോൺഗ്രസ് തന്നെ ഭരിക്കുന്നു. അതിൽ സിറ്റിംഗ് MLA-മാർ എല്ലാവരും തന്നെ ഉണ്ടാകും. അതിൽ തൃപ്പൂണിത്തറയിലും ഒപ്പം തന്നെ പെരുമ്പാവൂരിലുമാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. കാരണം അനാരോഗ്യം കാരണം കെ ബാബു തൃപ്പൂണിത്തറയിൽ നിന്ന് മാറുന്നു. ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂരിൽ സീറ്റുണ്ടോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അതും കൂടി ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിലുണ്ടാകും. ബാക്കിയുള്ള സീറ്റുകളെല്ലാം തന്നെ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കും. ആലുവയിൽ അൻവർ സാദത്തും തൃക്കാക്കരയിൽ ഉമാ തോമസും പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ തന്നെ ഇതിനോടകം അനൌദ്യോഗികമായിട്ടുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടന്നു കഴിയുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ മറ്റാർക്കൊക്കെ സീറ്റുകൾ ഉണ്ടാവും? അതായത് പ്രധാനമായും DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസിന് എവിടെയായിരിക്കും? കൊച്ചിയിലായിരിക്കുമോ? ദീപ്തി മേരി വർഗീസിനെ എവിടെയെങ്കിലും പരിഗണിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഒപ്പം തന്നെ സമുദായ സമവാക്യങ്ങൾ കൂടി വളരെ പ്രധാനമാണ് കൊച്ചിയിൽ. അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ ലിസ്റ്റിലേക്ക് പോവുക എന്നുള്ളതുമാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, NDA-യിൽ ഇപ്പോഴും ആ ഒരു തർക്കം, സീറ്റ് വിഭജന തർക്കം കൊച്ചിയെ സംബന്ധിച്ച് മാറിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം 2020 കൂടി കടന്നു വന്നതോടുകൂടി സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു തർക്കം ഇപ്പോൾ നിൽക്കുകയാണ്. തൃപ്പൂണിത്തറയിൽ ആ സീറ്റ് BJP 2020-ക്ക് നൽകുകയാണെങ്കിൽ അവിടെ സാബു M ജേക്കബ് തന്നെ മത്സരിക്കണമെന്നൊരു ഡിമാൻഡാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ BJP തന്നെ ആയിരിക്കും മത്സരിക്കുക. അങ്ങനെയാണെങ്കിൽ 2020-ക്ക് എറണാകുളം കൊടുക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. കൊച്ചിയിലെ ഈ 14 മണ്ഡലങ്ങളിൽ 4 മാത്രമായിരിക്കും BJP മത്സരിക്കുക. മറ്റെല്ലാം തന്നെ ഘടകകക്ഷികൾക്ക് നൽകാം എന്നുള്ളതിലാണ് നിലവിൽ തീരുമാനം. അപ്പോൾ കൂടുതലായും 2020 മത്സരിക്കുന്നത് കൊച്ചിയിലായിരിക്കും. ഇന്നലെ തൃക്കാക്കരയിൽ അഖിൽമാരാർ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം അവർ പ്രഖ്യാപിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. പറവൂർ BJP ഏറ്റെടുത്തിരിക്കുന്നു BDJS-ൽ നിന്ന്. അതിൽ BDJS-നുള്ളിൽ തന്നെ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന കാര്യമാണ്. മറ്റ് CPM-നെ LDF-നെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എത്തിക്കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞു. അവരുടെ ഒന്നാം ഘട്ട ഒരു ലാപ്പിൽ അവർ വളരെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കാരണം റോഡ് ഷോ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും നടത്തി കഴിഞ്ഞു, പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഒരു ചിത്രം കൊച്ചിയെ സംബന്ധിച്ചും തെളിയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.